ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ പ്ലാന്റിനെ കുറിച്ചാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഗാർലിക് വൈൻ. ഒരു സംരക്ഷണവും കൂടാതെ മുറ്റം നിറയെ പൂക്കൾ തരുന്ന ഈ ചെടിക്ക് വെളുത്തുള്ളിച്ചെടി എന്ന് പേര് വിളിക്കുന്നു. എന്ത് ഭംഗിയാണെന്ന് ഇതിൻ്റെ പൂക്കൾ കാണുവാൻ. എൻ്റെ ടെറസ് ഗാർഡന് മാറ്റുകൂട്ടി നിൽക്കുന്ന ഈ ചെടിക്ക് ഞാൻ ഒരു കെയറും തന്നെ കൊടുക്കാറില്ല. വേനൽക്കാലത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ ചെടി പെരുമഴയിൽ നിറയെ കുല കുത്തി. ചെടിക്ക് ഗാർലിക് വൈൻ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലയ്ക്കും പൂക്കൾക്കും ഒക്കെ വെളുത്തുള്ളിയുടെ മണമാണ്. എല്ലാവരും പറയുന്നത് കേൾക്കാം, ഇത് വെച്ചാൽ പാമ്പ് വരില്ല എന്നൊക്കെ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇതത്ര പോരാന്ന് തന്നെയാണ്. കാരണം എൻ്റെ മുറ്റത്ത് പാമ്പ് വരാറുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പൂവും ഇലയൊക്കെ ഇതിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അതോ ഇനി പാമ്പിന് ഇതിൻ്റെ മണം കിട്ടാഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ ചെടിയുടെ ഇലയുടെ രണ്ട് സൈഡിലേക്കും എല്ലാ നോഡിൽ നിന്നും പൂക്കളുണ്ടാകും. അതുകൊണ്ടാണ് ഇത് ഇല കാണാതെ കുലകുലയായി പൂക്കൾ നിറയുന്നത്. പിന്നെ ഇതിൻ്റെ പൂക്കൾ ഇപ്പോഴും മുഴുവൻ വിരിഞ്ഞിട്ടില്ല, നിറച്ചും മൊട്ടാണ്. ഇനിയും വിരിയാൻ നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ മൊട്ടിൻ്റെ അറ്റം വയലറ്റ് കളറായിരിക്കും. വിരിഞ്ഞു കഴിയുമ്പോൾ ലൈറ്റ് കളറായി മാറുകയും ചെയ്യും. ദിവസം മുന്നോട്ട് പോകും തോറും കളറ് ഫീഡായി വരികയും ചെയ്യും. 2-3 ദിവസം ആകുമ്പോഴേക്കും തീർത്തും ഒരു വെള്ള ഷെയ്ഡിലേക്ക് വന്നിട്ട് പിന്നെ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ ഇടയ്ക്കിടെ പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടെയാണിത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. ഇടവിട്ട് പൂക്കുന്നതായിട്ടാണ് ഞാനിത് കണ്ടേക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയൊരു അറ്റത്തെ കമ്പ് മുറിച്ചെടുത്ത് കുഴിച്ച് വെച്ചാൽ മതി. അത് കിളുത്ത് വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് വളമോ കെയറോ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ഇതൊരു ക്ലൈംബർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു സപ്പോർട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിന് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി പൂവിടുകയുള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇത് താഴോട്ട് തൂങ്ങി നിറച്ചും പൂവിട്ടിരുന്നു. നീളം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആ പൂവും ഉണ്ടാകുന്നത് താഴോട്ട് തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.